പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേരിന്റെ കാര്യത്തിൽ ആഞ്ജനേയ എന്ന് പറയുന്ന ആ ഒരു ലെറ്ററാണ്. അപ്പോൾ അതങ്ങനെ കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അല്ല, ദളപതി വിജയ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയവും ഒന്നും അത്ര പോരാ. പിണറായി വിജയൻ CM ആയാലും അതുപോലെ വിജയ് തമിഴ്നാട്ടിലൊരു CM ആയി വരുമോ? കോട്ടയത്ത് അകവൂര് മനയിൽ ബ്രഹ്മത്ത് നമ്പൂരിയായിട്ട് ജനിച്ച ആളാണ് ഞാൻ. അതെൻ്റെ ജീവിതകഥയായിരുന്നു മോഹൻലാൽ ഇതിൽ അവതരിപ്പിച്ചതെന്നാണ് എന്നോട് കൈമുഖസ്വാമി പറഞ്ഞു തന്നത്. മുൻജന്മത്തില് സാരഥി ചേട്ടന്റെ ആ ജീവിതമാണ് അഭിനയിച്ചത്. മോഹൻലാൽ ഈ ജന്മത്തിൽ അഭിനയിച്ച് തീർത്തു. ആരുടെ കർമ്മം എങ്ങനെ ചെയ്യാനാണ്? കഴിഞ്ഞ ജന്മത്തിൽ അച്ഛൻ്റെ കർമ്മം ചെയ്യാനാണ് ചെന്നെങ്ങനെ അവർ ദക്ഷിണ വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചയച്ചു. ലോകത്തിൽ 5 പേരുള്ള ഏക നടൻ മമ്മൂട്ടി മാത്രം. ഓമർ ഷെറീഫ് എന്നായിരുന്നു LLBക്ക് പഠിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിക്കൽ നെയ്യും പാണപ്പറമ്പിൽ ഇസ്മയിൽ മുഹമ്മദ് കുട്ടി. അതിനുശേഷം സ്ഫോടനത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് 2 പേരും കൂടി മാറ്റി സജിൻ എന്നാക്കി. സജിൻ. പിന്നെ മോഹൻലാലും സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ വിളിക്കുന്ന പേര് ഇച്ചാക്ക. ഈ 5 പേരുള്ളത് മമ്മൂട്ടിക്ക്. അത് കണ്ണൂർ ജില്ലയിൽ ആകെപ്പാടെ ഒരാൾ സുനിൽ എന്ന് പറയുന്ന ആൾ നരയനായിട്ട് മാറി. അത് ഇങ്ങനെ ഈ മലയാള സിനിമയിൽ ഇപ്പൊ അധികവും പേര് മാറ്റിയ ആൾക്കാരാണോ? പിണറായി വിജയൻ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയണം, അദ്ദേഹത്തിന്റെ പേരിന്റെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം നല്ല ആഞ്ജനേയ എന്ന് പറയുന്ന ആ ഒരു ലെറ്ററാണ്. അപ്പോൾ അതങ്ങനെ കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന് ആര് എന്ത് പറഞ്ഞാലും അതിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോയിരുന്നു. പിന്നെ V എന്ന് പറയുന്നത് വിക്ടറി എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. പിന്നെ അവരുടെ I നിൽക്കുന്നു, സെൽഫ് കോൺഫിഡൻസ് വരുന്നു. പിന്നെ J നിൽക്കുന്നു. J എന്ന് പറഞ്ഞാൽ ഈ കഴുത്ത് പുറം വേദനകൾ വരുമെന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്ത് നല്ല ലെറ്റേഴ്സ് A എന്ന് പറയുന്ന ലെറ്റർ അവിടെ നിൽക്കുന്നുണ്ട്. അതിന് അക്ഷരങ്ങളുടെ കൂട്ടം നിൽക്കുന്നുണ്ട്. എന്നും രാജാവായിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ YA എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ YAN എന്നുള്ളതും YE എന്നുള്ളതും AN എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ സ്ഥാനങ്ങൾ, പദവികൾ, കാര്യങ്ങൾ ഇതിനെ വന്നിട്ടിരിക്കും, അച്ചീവ് ചെയ്ത് വന്നിട്ടിരിക്കും. അത് നല്ലൊരു ലെവൽ. പിന്നെ പിണറായി എന്നുള്ളതിൽ R എന്ന് പറയുന്ന ലെറ്റേഴ്സ് വരുന്നുണ്ട്. R എന്നുള്ളതിൻ്റെ സൂര്യൻ ഉച്ചരാശിയിലാണ്. അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈവാനുഗ്രഹങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വിജയൻ എന്നുള്ള പേര് അല്ല, വിജയൻ എന്നുള്ള പേരിന് പ്രാധാന്യങ്ങളുണ്ട്. ആ പേരിന് V ഫോർ വിക്ടറി. വിജയ് എന്നുള്ളത് ഇപ്പോൾ സിനിമയുടെ വിജയനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അതായത് വിജയ് എന്നുള്ളതല്ല, വിജയ് സേതുപതി എന്നല്ല. വിജയ് സേതുപതി വേറെയുണ്ട്, വിജയ് വേറെ. വിജയ് സേതുപതി അല്ല, വിജയ് സേതുപതി അല്ല, ദളപതി വിജയ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇപ്പോൾ നമുക്ക് എത്ര ഒരു അഭിനയവും ഒന്നും അത്ര പോരാ എന്നുള്ളതാണ് നമുക്ക്. അദ്ദേഹത്തിന്റെ പേരിൽ പ്രാധാന്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ അല്ല വിജയ് ജോസഫ് എന്നല്ലേ? വിജയ് ജോസഫ് അതുകൂടി പറയണല്ലോ. വിജയ് ജോസഫ് എന്നല്ലേ? അപ്പൊ അത് വിജയ് ജോസഫ് ആ ഒരു പേരിന് വിജയ് ജോസഫ് നല്ല ഇതാണ്. ആ J എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ കൂട്ടം ഇപ്പുറത്ത് J ഉണ്ട്. 2 J വന്നാൽ രാജാവായിട്ട് നിൽക്കും. പിന്നെ അതുമാതിരി തന്നെ VI എന്ന് പറയുന്ന ലെറ്റേഴ്സ് അതിലും വരുന്നുണ്ട്. പിന്നെ AI എന്ന് AY അല്ലെങ്കിൽ AA എന്ന് പറയുന്ന ലെറ്റേഴ്സ് ബൈഫർഗേറ്റിംഗ് ആണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി പോകുന്ന അവസ്ഥയുണ്ട്. വിജയ് എന്നുള്ള പേര് ആർക്ക് വന്നാലും നല്ലതാണ്. വിജയ് നല്ല പേരാണ്. അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ചില ഡീമെറിറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി കഴിഞ്ഞാൽ നല്ലതായി. ഈ ഫേമസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പേര് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഫേമസ് ആയി പോയി. വിജയ് എന്ന പേരുള്ളത് കൊണ്ട്, വിജയ് എന്ന പേരുള്ളത് കൊണ്ട് അടുത്ത വർഷം ഇനി ഇലക്ഷനിലൊക്കെ CM ആയിട്ട് വരുമോ വിജയ്? ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പ്രവചിക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ CM ആയാലും അതുപോലെ വിജയ് തമിഴ്നാട്ടിലൊരു CM ആയി വരുമോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പേരുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നില്ല. ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശകലനം ചെയ്യാതിരിക്കുക നല്ലത്. അപ്പോൾ വിജയുടെ ഈ ഒരു നാളും ഇതൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം. അത് എത്രത്തോളം അതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു രീതി വെച്ചിട്ട്, കാരണം എന്ന് വെച്ചാൽ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. എല്ലാ ആൾക്കാരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് പാതി വഴിക്ക് അവസാനിപ്പിച്ചു ശോഭിച്ചിട്ടില്ല അധിക പേരും. MGR ഒക്കെ ശോഭിച്ചു, അതുപോലെ കുറെ ആൾക്കാർ എത്തിയിട്ടില്ല. MGRൽ വ്യത്യാസമുണ്ട്. M സെലിബ്രിറ്റി ലെറ്റർ ആണെന്ന് പറഞ്ഞു. G എന്ന് പറയുന്ന ലെറ്റർ ദൈവത്തിൻ്റെ വിഹിതമായിട്ടുള്ള ലെറ്ററാണ്. R എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ സൂര്യൻ ഉച്ചരാശിയിലാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു R നിൽക്കുന്നു. MGR എന്ന് പറയുന്ന ആ രാമചന്ദ്രൻ. പിന്നെ R കഴിഞ്ഞിട്ട് M നിൽക്കുന്നു. ആ M നിൽക്കുന്നതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ രാമൻ എന്നുള്ള അർത്ഥത്തിൽ രാമചന്ദ്രൻ. പിന്നെ CHAN ഛാൻ എന്ന് പറയുന്നത് CAN ഖാൻ എന്നുള്ളതായിട്ട് മാറും. കഴിവ്, ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ഉറപ്പ്, ഈ 4 കാര്യങ്ങൾ ഈ CHAN ഛാൻ എന്നുള്ളതിൽ ഉറപ്പായിട്ട് വരും. ഈ 4. അപ്പോൾ ഛാൻ എന്നുള്ളത് ഖാൻ. അതുകൊണ്ടാണ് സൽമാൻ ഖാൻ, അമീർ ഖാൻ,
അതുമാതിരി തന്നെ അങ്ങനെ ഒരുപാട് ഖാൻമാരുണ്ടല്ലോ. KHAN ഖാൻ എന്നുള്ളതും CAN ഖാൻ എന്നുള്ളതായിട്ട് മാറും. ഈ 4 ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ഉറപ്പ്, കഴിവുകൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഉണ്ടെങ്കിൽ വലിയ ഉന്നതിയിലെത്തും. അല്ല, ഉന്നതിയിലെത്തിയിട്ടുണ്ടല്ലോ, ഉന്നതിയിലെത്തിയിട്ടുണ്ടല്ലോ. പിന്നെ സൽമാൻ എന്നുള്ളതിൻ്റെ പ്രാധാന്യമുണ്ട്. AL = ALL ഓൾ ഇൻ ഓൾ. LAL ലാൽ എന്നുള്ളത് ALL ഓൾ ആയതുകൊണ്ടാണ് മോഹൻലാൽ, സിദ്ദിഖ് ലാൽ, ലാൽ ജോസ്, ലാൽ ഒക്കെ തിളങ്ങിയത്. ലാൽ LAL ലാൽ ഓൾ, AL = ALL ഓൾ, അങ്ങനെയുണ്ട്. ഏത് പേരുകൾ കണ്ടാലും അവരെ പെട്ടെന്ന് ഇങ്ങനെ വിലയിരുത്തും അല്ലേ? അല്ല, അത് തമ്പുരാൻ തരുന്ന അനുഗ്രഹമാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ അതെങ്ങനെയാണ് പഠിച്ചത്? അത് അദ്ദേഹം പഠിപ്പിച്ചതാണ്. അതായത് മറ്റേ ഗുരുമുഖത്ത് നിന്ന് കിട്ടിയത്. എങ്ങനെയാണ് ഈ ഓരോ അക്ഷരങ്ങളും ഇങ്ങനെ പഠിക്കാനുണ്ട് ഒരുപാട്? അത് കാരണം അത് ചെയ്യാനുള്ള കർമ്മം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഓടി വരും. എന്തെങ്കിലും മാന്ത്രിക അങ്ങനെ എന്തെങ്കിലും ആണോ? എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ഉണ്ടോ ഇതിന്? പറയണോ? അങ്ങനെ എന്തെങ്കിലും പറയാം. കോട്ടയത്ത് അകവൂര് മനയിൽ ബ്രഹ്മത്ത് നമ്പൂരിയായിട്ട് ജനിച്ച ആളാണ് ഞാൻ. അത് നമ്പൂതിരി, അത് കൈമുക്ക് പരമേശ്വരൻ. അല്ല, പറയട്ടെ. മറ്റേ കൈമുക്ക് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, MS തൃപ്പൂണിത്തുറയുടെ ഗുരു. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അച്ഛൻ വാസുദേവ നമ്പൂരിയുടെ കർമ്മം ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് എന്നോട് അത് പോയി ചെയ്യാൻ പറഞ്ഞു. തിരുനെല്ലി അറിയാമല്ലോ, തിരുനെല്ലി പോയി ചെയ്തിട്ട് വന്നു. തിരുനെല്ലി പോയി ചെയ്തിട്ട് വന്നതിന് ശേഷം കാര്യങ്ങൾ ശരിയായിട്ട് നോക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ആണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു ഇതായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും പത്മശ്രീ ഭരത് മോഹൻലാലുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞത്. അതായത് അഡ്വക്കേറ്റ് PV തമ്പി എന്ന് പറയുന്ന, അറിയാമോ? ശ്രീകുമാരൻ തമ്പിയുടെ ചേട്ടൻ. അദ്ദേഹം എഴുതിയൊരു നോവലാണ്, മാന്ത്രിക നോവലാണ് ശ്രീകൃഷ്ണ പരുന്ത്. അതിൽ കുമാരൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ നല്ല പ്രതിനായക വേഷം ചെയ്തത്. അത് എൻ്റെ ജീവിതകഥയായിരുന്നു എന്നുള്ളത് കൈമുക്ക് സ്വാമിയാണ് പറഞ്ഞത്. ഒരു പണിയും കിട്ടാണ്ടായിപ്പോൾ നമ്മൾ ഈ ഇവിടെ വിഷവൈദ്യം പഠിക്കാൻ പോയി. ആ വിഷവൈദ്യം പഠിക്കാൻ പോയുള്ള ജീവിതത്തിൻ്റെ സംഭവങ്ങളാണ് അതിൽ പറയുന്നത്. അതെൻ്റെ ജീവിതകഥയായിരുന്നു മോഹൻലാൽ ഇതിൽ അവതരിപ്പിച്ചതെന്നാണ് എന്നോട് കൈമുക്ക് സ്വാമി പറഞ്ഞു തന്നത്. മുൻജന്മത്തിൽ സാരഥി ചേട്ടന്റെ ആ ജീവിതമാണ് അഭിനയിച്ചത്. മോഹൻലാൽ ഈ ജന്മത്തിൽ അഭിനയിച്ച് തീർത്തത്. അതെങ്ങനെ മനസ്സിലായത്? അത് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ അത് മനസ്സിലായതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അദ്ദേഹം മരിച്ചു പോയിട്ടോ പറഞ്ഞ ആൾ. അപ്പോൾ കുറച്ച് കടലാസുകൾ എൻ്റെ കയ്യിൽ കിട്ടി തന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കടലാസുകളാണ്. അപ്പോൾ അതിൽ കുറേ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്ത മന്ത്രങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഓർമ്മകളാണ്. അപ്പോൾ അത് ഈ ആയില്യം നക്ഷത്രക്കാർ ഒരിക്കലും ഗരുഡപഞ്ചാക്ഷരി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്, അത് ജപിക്കാൻ പാടില്ല. പക്ഷേ അത് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ അത് തെറ്റ് ചെയ്തിരുന്നു. ഗരുഡപഞ്ചാക്ഷരി അതൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പാമ്പിനെ, അതായത് കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വരുത്തി വിഷം ഇറക്കിച്ച് ആളുടെ ജീവൻ രക്ഷിക്കുന്ന പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു, വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൽ വേറൊരു അനുഭവം കൂടി ഉണ്ടായി. അത് തിരുനെല്ലി ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കർമ്മം കഴിഞ്ഞ് ദക്ഷിണ കൊടുക്കില്ല. ആ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1 രൂപ എടുത്ത് താൻ പോക്കറ്റിലിടാം, അല്ല 1 രൂപ എടുത്ത് താൻ ആ ഭണ്ണാരത്തിലിടാം, 100 രൂപ എടുത്ത് പോക്കറ്റിലിടാം, 101 രൂപ എന്ന് ദക്ഷിണ കൊടുത്താൽ 30 കൊല്ലം മുമ്പ്. അപ്പോൾ അങ്ങനെ ദക്ഷിണ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, താൻ ആരുടെ കർമ്മം എങ്ങനെ ചെയ്യാനാണ്, കഴിഞ്ഞ ജന്മത്തിൽ അച്ഛൻ്റെ കർമ്മം ചെയ്യാനാണ് ചെന്നേക്കണേ, അതിന് ദക്ഷിണ വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചയച്ചു. അപ്പോൾ പഴയ ആൾക്കാർക്ക് അത്രയും ഫോർസൈറ്റ്, അത്രയും ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അല്ലല്ല, എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ അച്ഛൻ്റെ കാര്യം, ഈ ജന്മത്തിൽ അച്ഛൻ ജീവിച്ചിരിക്കുന്നതാണ്, അച്ഛൻ മരിച്ചു പോവുകയും ചെയ്തു. അയ്യോ, അതല്ല. അപ്പൊ ഈ ജന്മത്തിൽ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴാണോ കഴിഞ്ഞ ജന്മത്തിൽ? അതെ, കഴിഞ്ഞ ജന്മത്തിലെ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, അതായത് ആ കടം കിടക്കുന്നുണ്ട്, തീരണം എന്ന് പറഞ്ഞു. അവിടെ പോയി ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ മാന്ത്രികത്തിൻ്റെ കാര്യം ചോദിക്കും. ഈ ജന്മത്തിൽ ശരിയായിട്ടൊന്ന് രാശി വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിലൊക്കെ നല്ല അതൊരു ചിലപ്പോ ഇപ്പോഴത്തെ ആൾക്കാര് അതൊരു അന്ധവിശ്വാസം എന്നൊക്കെ പറയില്ല. മുൻജന്മത്തിലെ കാര്യങ്ങളൊക്കെ, മുൻജന്മത്തിലെ അച്ഛന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ കർമ്മി തിരിച്ചറിഞ്ഞത്. ഈ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മമാണ്, ഇത് വേണ്ടെന്ന് പറഞ്ഞു, അത് ദക്ഷിണ വേണ്ടെന്ന് പറഞ്ഞു. അത് മേടിച്ചാൽ അങ്ങേർക്ക് പിന്നെ കുറേ ജന്മങ്ങൾ ജനിച്ചത് ദോഷങ്ങൾ മാറ്റേണ്ടി വരും. അത് കാരണം കൊണ്ടാണ് അത്. എനിക്ക് മന്ത്രങ്ങൾ അറിയാം, പൂജകൾ അറിയാം, പല കാര്യങ്ങളും അറിയാം. അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഓർമ്മയാണ്. അല്ലാണ്ട് സാധാരണ ഒരാൾക്ക് പഠിക്കാൻ പറ്റാത്ത നാമങ്ങളെല്ലാം മന്ത്രങ്ങൾ വരെ നമുക്കറിയാം. ഓരോ സിനിമയിൽ പോലും ബ്രഹ്മദത്ത നമ്പൂതിരി എന്ന് പേരുണ്ട് ഈ പകൽപൂരത്തില്. അതൊക്കെ ചേട്ടന്റെ പേരായിരുന്നു, എൻ്റെ പേരായിരുന്നില്ല. ഈ ഒരു ഇതിലെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ കുമാരൻ എന്നുള്ള കഥാപാത്രമായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. പക്ഷേ ഇത് കഴിഞ്ഞ ജന്മത്തിലെ കഥാപാത്രമായിരുന്നു എന്ന് പറയുന്നു. അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തെളിവുകൾ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരാളെ കണ്ട അയാളുടെ മുൻജന്മം പറയാൻ പറ്റുമോ? അത് എല്ലാം നടന്നു വരില്ല. കാരണം പേരുകൊണ്ട് പറയാവുന്നതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ലാലേട്ടനൊക്കെയാണ്, മോഹൻലാലൊക്കെയാണ് പേര് മാറ്റാത്ത ഒരാളാണ്. ആദ്യം തൊട്ട് ജനിച്ചപ്പം തൊട്ടുള്ള പേരാണ് അദ്ദേഹത്തിന്റെ, മോഹൻലാലിന്. അപ്പൊ ആ ഒരു ചിരിക്കുന്ന, അപ്പൊ ആ ഒരു പേരില് അത്രയും ശോഭിച്ചു നിൽക്കുന്ന ആൾക്കാരാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ പേരില് എന്താണ് HAN ഹാൻ എന്നുള്ളത് CAN ഖാനായിട്ട് മാറും. ഈ എം എന്ന് പറഞ്ഞാൽ എമ്മോട് കൂടി O വരുന്നു. അത് ഒരു മോണിറ്ററിംഗ് ആണ്, ഒരു മോണിറ്ററിംഗ് ലെറ്ററിനാണ്. അപ്പോൾ എന്തും എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം. പിന്നെ N കഴിഞ്ഞിട്ട് L നിൽക്കുന്നു. പിന്നെ ഈ അതിൻ്റെ സപ്പോർട്ടിങ് N കഴിഞ്ഞിട്ട് L നിന്നാൽ നല്ലതല്ല, പക്ഷേ സപ്പോർട്ടിങ് ലെറ്റേഴ്സ് അപ്പുറത്തുണ്ട്. LAL എന്നുള്ള ലെറ്റർ. അത് ഓളാണ്, ഓൾ ഇൻ ഓളാണ്. അത് അങ്ങനെ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. മോഹൻകുമാർ എന്നൊക്കെ ആയിരുന്നു പേരെന്നാണ് കേട്ടേക്കണത്. അത് മോഹൻലാൽ ആയത് അതിങ്ങനെ അതിനുശേഷം അവർ തന്നെ മോഹൻലാൽ എന്നാക്കിയതാണ് എന്നാണ് കേട്ടത്. അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയിട്ട് കേട്ടിട്ടില്ല. മോഹൻ എന്ന പേര് നല്ലതാണോ? മോഹൻ എന്നുള്ള പേര് നല്ലതാണ്. മോഹൻ, അത് HAN ഹാൻ ഉണ്ട്, M ഉണ്ട്, O ഉണ്ട്, നല്ലതാണ്. O ഇസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് O മാധവൻ എന്ന് പറയുന്ന പേരുണ്ട്. അതായത് ഭൂമിയോടുകൂടി O ഇസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് എന്നും കൂടി പറയും. ഓയോടുകൂടി M നിൽക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഭരണത്തിലേക്ക് സാന്നിധ്യത്തിൽ 16 വർഷം വടക്കേവിള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ല. നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടി ഇവർ രണ്ടും രണ്ട് നെടുന്തൂണുകളാണ് മലയാള സിനിമയിൽ. അപ്പം മമ്മൂക്കയുടെ പേര് മമ്മൂട്ടി എന്നുള്ള ആ ഒരു പേര് എന്ന് പറയുന്നത് ഒരുപാട് പേരല്ലാതെയും മമ്മൂക്കൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു പേരിൽ എന്താണ്? ലോകത്തിൽ 5 പേരുള്ള ഏക നടൻ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. അതായത് ഓമർ ഷെറീഫ് എന്നായിരുന്നു LLBക്ക് പഠിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ പേര്. ഓമർ ഷെറീഫ് LLBക്ക് പഠിക്കുന്നവർ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിക്കൽ നെയിം പാണപ്പറമ്പിൽ ഇസ്മയിൽ മുഹമ്മദ് കുട്ടി. ആ മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു ദൈവപുരുഷൻ്റെ വിജയസ്മിതമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിനുശേഷം സ്ഫോടനത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ BG വിശ്വംഭരൻ എന്ന് പറയുന്ന സംവിധായകനും അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള മാള അരവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടി അദ്ദേഹത്തിൻ്റെ പേര് രണ്ടുപേരും കൂടി മാറ്റി സജിൻ എന്നാക്കി. സജിൻ ആ സിനിമ കഴിഞ്ഞൊരു അത് അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. അതിനുശേഷം ആണ് മമ്മൂട്ടി എന്നുള്ള പേരിന് ആശാൻ്റെ ഉപദേശപ്രകാരമൊക്കെ വന്നത്. പിന്നെ മോഹൻലാലും സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ വിളിക്കുന്ന പേര് ഇച്ചാക്ക. ഈ 5 പേരുള്ളത് മമ്മൂട്ടിക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വളരെ പ്രാധാന്യത്തോടു കൂടി ഇപ്പോഴും നിൽക്കുന്നു. 5 പേര് നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ ഓരോ പേര് വിളിക്കല്ലോ. അപ്പോൾ അത് മമ്മൂട്ടി എന്നുള്ള പേരാണ് ഫേമസ് ആയി പോയത്. അപ്പോൾ മുഹമ്മദ് കുട്ടിയാണ് പിന്നീട് മമ്മൂട്ടിയായത്. O എന്ന് പറയുന്ന ലെറ്റേഴ്സ് അതിലുണ്ട്. O അത് ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത്. മമ്മൂട്ടിയാണ്. അപ്പോൾ മുഹമ്മദ് കുട്ടിയാണോ ഭാഗ്യം കൊടുത്ത പേരേതാണ്? അല്ല, മമ്മൂട്ടി എന്നുള്ള പറഞ്ഞ പേരാണല്ലോ. ഈ O എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഉള്ളതുപോലെ തന്നെ TT എന്ന് പറയുന്ന ലെറ്റേഴ്സും ഉണ്ട്. ഈ TT എന്ന് പറയുന്ന ലെറ്റേഴ്സും O എന്ന് പറയുന്ന ലെറ്റേഴ്സും അത്ര നല്ല എഫക്റ്റുകളല്ല സൃഷ്ടിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദൈവികമായിട്ടുള്ള ആചാരടുപ്പങ്ങൾ വളരെ കൂടുതലാണ്. കാരണം തികഞ്ഞ ദൈവവിശ്വാസി എന്നുള്ള ഒരു പ്രാധാന്യം കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പഴയ ദോഷങ്ങളും TT എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ദോഷവും O എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ദോഷവും അങ്ങനെ മാറിപ്പോകുന്നു. പിന്നെ MA എന്ന് പറയുമ്പോൾ അരുതാത്ത പ്രവൃത്തികൾ ചെയ്യില്ല എന്നുള്ളതാണ് MA വരുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും M ആണ് വരുന്നത്. ആ M എന്നുള്ള ലെറ്ററിന് സവിശേഷതകൾ കണ്ടമാനമുണ്ട്. അതാണ്. ഇപ്പോൾ നമ്മുടെ നയൻതാരയെ പറയുകയാണ് ഡയാന കുര്യൻ എന്നുള്ളത് പേരാണ് നയൻതാര ആയത്. ഇപ്പം നവ്യ നായരുടെ ആണെങ്കിൽ ധന്യ വി നായർ നവ്യ നായരായി. അശ്വതി എന്നുള്ളത് പാർവതിയായി. ഇവരൊക്കെ സിനിമയ്ക്ക് വേണ്ടി കുറച്ചുകൂടി നല്ല പേരുകൾ ഇട്ടവർ, ഇങ്ങനെ നെയ്മോളജിയോ ന്യൂമറോളജിയോ ഒന്നും നോക്കാതെ ഇട്ടവരാണ്. അത് ശരിക്കും നമ്മൾ ഈ ഒരു ഭാഗ്യമൊക്കെ ആയിട്ട് യോജിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ധന്യ വി നായർ എന്ന് പറയുന്നതിൻ്റെ DH ഒക്കെയാണ്. DHൻ്റെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ NYA, ആ YA എന്നുള്ള ലെറ്റർ അത്ര നല്ല എഫക്റ്റ് അല്ല സൃഷ്ടിക്കുന്നത്. ലെറ്റേഴ്സ് ഉണ്ടെങ്കിലും V എന്ന് പറയുന്നത് UVW എന്ന് പറയുന്ന അർദ്ധനാരീശ്വരൻ്റെ പവറുള്ള ലെറ്ററാണ്. അർദ്ധനാരീശ്വരൻ്റെ പവറാണ് അവിടെ സംയോജിച്ചിരിക്കുന്നത്. അപ്പോഴാണ് പിന്നെ V കഴിഞ്ഞിട്ട് N ആണ് നിൽക്കുന്നത്. V കഴിഞ്ഞിട്ട് N, അപ്പോൾ വിൻ നേട്ടങ്ങൾ. പിന്നെ എയർ യാത്രകൾ, അതിനോട് അനുബന്ധിച്ചുള്ള ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യങ്ങൾ വരും. അപ്പോൾ നവ്യ നായർ എന്ന് പറയുമ്പോൾ ഈ VYA വരും, അത് കഴിഞ്ഞിട്ട് NAIR വരും. നല്ലതാണ്. 2N അതിൽ നിൽക്കുന്നുണ്ട്. കണക്കില്ലാത്ത സാമ്പത്തികം. 2N വന്നു കഴിഞ്ഞാൽ പേരിൽ എവിടെയെങ്കിലും 2N വന്ന് കണക്കില്ലാത്ത സാമ്പത്തികം വന്നു. പക്ഷേ അതെന്ന് വെച്ചാൽ അവരതൊന്നും നോക്കാതെ സ്വന്തമായിട്ട് മാറ്റിയില്ല, ചിലപ്പോൾ സംവിധായകർ മാറ്റിയത്. അപ്പൊ അതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ആ ഒരു നെയ്മോളജി ആയിട്ടൊക്കെ നമുക്ക് ബന്ധിപ്പിക്കാൻ? കേരളത്തിൽ ഇത് തുടങ്ങി വെച്ചത് ചവറ VP നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ചവറ VP നായർ പ്രശസ്ത നാടകാചാര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പേര് ഇട്ടിരുന്നത് ശ്രീ കലാമനോരഞ്ജിനി. അതാണ് കലാരഞ്ജിനിയായിട്ട് മാറിയത്, സിനിമാ നടി കലാരഞ്ജിനി. അവരുടെ അനിയത്തിയുടെ പേര് കൽപ്പന പ്രിയദർശിനി എന്നുള്ള പേര് ഇന്ദിര പ്രിയദർശിനി എന്നുള്ള പേര് ദോഷം ആണ്. അതാണ് സിനിമാ നടി കൽപ്പനയായിട്ട് മാറിയത്. പിന്നെ മൂന്നാമത്തെ കവിത എന്ന് പറയുന്ന കുട്ടി മുന്താണം മുടിച്ച് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നൈയിൽ പോയി.
ചെന്നൈയിലെ കൊറോമണ്ടൽ ഹോട്ടലിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയിൽ ഉർവശിയായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ലൈറ്റ് ബോയ് വന്നിട്ട് അവരോട് പറഞ്ഞു ഉർവശി റെഡിയായി എന്നുള്ള രീതിയിൽ ലൈറ്റ് ബോയ് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഈ ദേവി ഭക്തനായിട്ടുള്ള ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസറും കൂടി എന്നാൽ ഈ കുട്ടിക്ക് ഉർവശി എന്ന് പേര് മതി എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ആക്കിയ ചെയ്തു, ആ ഉർവശി എന്നുള്ള പേര്. അപ്പോൾ കവിത എന്നുള്ള പേര് ഉർവശിയായിട്ട് മാറി. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര്, അതായത് കബീർ പ്രിൻസ് എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. അതിൽ ഒരാൾ മറ്റേ കബീർ പ്രിൻസ് എന്ന് പറയുന്ന പേര് അങ്ങനെ നിന്നു. പിന്നെ കമൽ റോയ് ആണ് സിൽക്ക് സ്മിതയുടെ കൂടെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതൊക്കെയാണ് കേട്ടത്. അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പേരിൻ്റെ വിപ്ലവം തുടങ്ങി വെച്ചത് അദ്ദേഹം. ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഡയാന കുര്യൻ നമ്മുടെ ധാരയായി അവരൊന്നും ഈ ന്യൂമറോളജി നെയ്മോളജി നോക്കാതെയാണ് ഈ പേരിട്ടത്. അത് ആ പേര് നല്ലതാണോ അപ്പൊ മോശമാണോ? അവരിപ്പോ ഉന്നതിയിലാണല്ലോ, ഉന്നതിയിലാണ്, സെലിബ്രിറ്റി ആണല്ലോ, വെറുതെ ഇട്ട പേരല്ലേ. അതിനൊക്കെ ചില ഡ്രോബാക്സും അവർക്ക് വന്നിട്ടുണ്ട്. വയ്യേയൻ എന്ന് പറയുന്ന ആ ലെറ്റർ, ഈ വയ്യ എന്ന് പറയുന്ന ലെറ്റർ ചില സമയത്ത് അപകടങ്ങൾ ക്ഷണിച്ചു വരുന്ന ലെറ്ററാണ്. താര എന്ന് പറഞ്ഞ TH എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. അത് എന്ത്, എന്തിന്, എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ, എവിടെന്ന്, ഈ 6 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. വലിയ താമസമില്ലാണ്ട് മുഖത്ത് പവർ ഗ്ലാസ് വരും. അതങ്ങനെയാണ്. കാരണം അത് ചിന്തിച്ച് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതൊക്കെ ചിന്തിച്ച് പവർ ഗ്ലാസ് പെട്ടെന്ന് വരുത്തുന്ന ഒരു പ്രായമാകുമ്പോഴേക്ക് അന്ധത വരെ വരുത്തുന്ന ലെറ്ററാണ് TH. അതിന് സപ്പോർട്ടിങ് ലെറ്റേഴ്സ് വേണം. അങ്ങനെയൊക്കെയുള്ള അത് നോക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ, അതായത് ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ നോക്കാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെ അല്ല, സാധാരണക്കാർക്ക് നോക്കിയിടാൻ പറ്റില്ല. അവരുടെ അതായത് കുറേ നാളത്തേക്ക് അത് ബൂസ്റ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ സമയം വരുമ്പോൾ താഴത്തോട്ട് പോകും. അങ്ങനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നവ്യ നായരൊക്കെ കുറേ നാൾ ബൂസ്റ്റ് ചെയ്തെന്ന്, ഒരു സമയം കഴിഞ്ഞപ്പോൾ താഴെ പോകുന്ന പേരാ നവ്യ നായർ. ശരിയാണോ? ആണല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ലെറ്റേഴ്സിൻ്റെ ദോഷങ്ങൾ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഓരോ ഡ്രോബാക്സുകൾ വരും. ആ ഡ്രോബാക്സുകൾ മൊത്തത്തിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോരോ വരുമ്പോൾ അവർ ഇതൊന്നും നോക്കാതെ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഡ്രോബാക്സ് ഉണ്ടാവുമല്ലോ. ന്യൂമറോളജിക്കാർ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപഹാരങ്ങൾ നോക്കില്ല. അപഹാരങ്ങൾ നോക്കാതെ അറേഞ്ച് വേണ്ട. അത് ആരാ ചെയ്ത് കൊടുത്തതെന്ന് നമുക്കറിയാം. ന്യൂമറോളജി നെയ്മോളജി തമ്മിലൊരു വ്യത്യാസം, അതല്ല ഒരു ക്ലാഷ് നടക്കുന്നുണ്ടോ? ന്യൂമറോളജിയും നെയ്മോളജിയും തമ്മിൽ ക്ലാഷ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ന്യൂമറോളജിക്കാർ കണ്ടമാനമുണ്ട്, നെയ്മോളജിക്കാർ വളരെ നിസ്സാരം പേരുള്ളൂ. അതറിയില്ല. കാരണം വേറെ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കൊരു സംഘടന കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല, നമ്മൾ കേട്ടിട്ടില്ല ഇതുവരെ. പിന്നെ എങ്ങനെ അതിനെക്കുറിച്ച് പറയാം? നമ്മളത് ചെയ്യുന്നുണ്ട്, അത് ഗുരുവിൻ്റെ ഒരു ഇതിൻ്റെ കിട്ടിയോണ്ട് അതങ്ങനെ നിലനിൽക്കുന്നു. ഈ സെലിബ്രിറ്റി ഇതിൽ തന്നെ പേര് കൊണ്ട് എവിടെ എത്തിപ്പെടാതെ പോയ ആൾക്കാരുടെ ഒരു പേര് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും? ഒരുപാട് സെലിബ്രിറ്റി ഉണ്ട്. ചേട്ടൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഏതെങ്കിലും പേരുകളുണ്ടോ? ഈ പേര് മോശമാണ്, അതുകൊണ്ടാണ് ഇവർ ഇത്ര വലിയ ഹൈപ്പിൽ എത്താത്തത്? ഇല്ലില്ല, അങ്ങനെ നമ്മൾ കേട്ടില്ല. കാരണം പേര് മോശമാണ് എന്നുള്ള രീതി അതുകൊണ്ട് അതുകൊണ്ട് അവരുടെ ജനനസമയത്തിനൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ജനനസമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും, കുറേ കാര്യം പറ്റും. ഈ സിനിമാക്കാരാണല്ലേ കുറച്ച് കൂടുതലായിട്ട് ഈ അന്ധവിശ്വാസം പേരുകളിൽ ന്യൂമറോളജി ന്യൂമറോളജി ഒക്കെ നോക്കി. അതായത് ഒരു വ്യക്തിക്ക് ന്യൂമറോളജിയിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പിന്നെന്താ പ്രശ്നം? കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് നെയ്മോളജി പറയാം, അത് വേറെ ഒരാൾക്ക് താല്പര്യം. ഇപ്പോൾ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഇത് വ്യാപകമല്ല. അവർക്കിത് അറിയില്ല. അത് കണ്ണൂർ ജില്ലയിൽ ആകെപ്പാടെ ഒരാൾ സുനിൽ എന്ന് പറയുന്ന ആൾ നരയനായിട്ട് മാറി. ആ ഒരൊറ്റ ആളെ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ആ കണ്ണൂർ ജില്ല, പക്ഷേ കണ്ണൂർ ജില്ലയിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലത്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ വ്യാപകമല്ല. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇതിനെ കൊണ്ടുപോയാൽ യാതൊരു വിലയിൽ അവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. എവിടെയാണ് കൂടുതൽ? എറണാകുളം മുതൽ അടൂർ വരെയുള്ള സ്ഥലങ്ങളിൽ ഇതെന്താണെന്ന് മനസ്സിലാവും ആളുകൾക്ക്. കാരണം ആ ഭാഗത്തൊക്കെ കൂടുതൽ പേര് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റൈൽ വ്യാപാരിയായിരുന്ന ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ജോസ് പ്രകാശ് എന്നാക്കിയത് എൻ്റെ ഗുരുനാഥനാണ്, ജോസ് പ്രകാശ്. അതുപോലെ തന്നെ നേവൽ ബേസിലെ ഉദ്യോഗസ്ഥനായിരുന്ന ബേബി അണ്ണൻ എന്ന് പറയുന്ന പേര് അത് കൃഷ്ണൻ നായരായി. കൃഷ്ണൻ നായരുടെ പേര് ജയൻ എന്നാക്കിയത് ജോസ് പ്രകാശാണ്. ഈ കൃഷ്ണൻ നായർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ജാതിയുടെ ഇത് വരില്ലേ? അപ്പോൾ ജാതിയുടേതല്ല, അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേരാണ്. അപ്പോൾ അത് മാറ്റി അദ്ദേഹത്തിൻ്റെ മകൻ്റെ രാജൻ ജോസഫിൻ്റെ സുഹൃത്തായിരുന്നു ഈ പറഞ്ഞ, അത് നേവൽ ബേസിൽ ജോലി ചെയ്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും കാര്യങ്ങളും എറണാകുളത്ത് ഒക്കെ വരികയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് ജോസ് പ്രകാശാണ് മാറ്റി ജയൻ എന്നാക്കിയത്. ബി ശങ്കരൻ നായർ എന്നുള്ള പേര് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി ഗുരുനാഥൻ മാറ്റി ബിച്ചു തിരുമല എന്നായപ്പോൾ ഫേമസ് ആയി. ബിച്ചു തിരുമല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം.
ശരിക്കും ഇവർ ഈ പേര് മാറ്റിയത് കൊണ്ടാണോ ഈ ഹൈപ്പിൽ എത്തിയത്? അല്ല, അവരുടെ ജനസമയത്തിൻ്റെ പ്രാധാന്യം കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ സിനിമ പേര് മാറ്റിയതിന് ശേഷം സിനിമ രംഗത്ത് വന്നത്. അബ്ദുൽ ഖാദർ എന്നുള്ള പേരല്ല, പ്രേം നസീർ എന്നുള്ള പേരാണ് ഫേമസ് ആയത്. അപ്പോൾ അവർ സിനിമയിൽ വന്നത് തന്നെ ഈ പേരോട് കൂടിയാണ്. പിന്നെ അതല്ലാത്ത ഒരാളുണ്ട്, അതായത് നാടകത്തിലൂടെ പേര് മാറ്റി ഫേമസ് ആയ ആൾ, കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പലായനം ചെയ്ത് വന്ന ഒരു അനന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകൻ. അദ്ദേഹം പ്രശസ്ത നാടക നടനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മകന്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വ്യക്തി ബേപ്പൂർ സുൽത്താനായി മാറിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാടകത്തിലൂടെ ആണ് കുതിരവട്ടം പപ്പു എന്നുള്ള പേര് ഫേമസ് ആക്കിയത്. കുതിരവട്ടം പപ്പു എന്നുള്ള പേര് കൊടുത്ത അദ്ദേഹത്തിൻ്റെ നാടകത്തിലൂടെയാണ്. അപ്പോൾ ആ പേര് ഫേമസ് ആയി. കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരുമില്ല. അതായത് 3 വ്യത്യസ്ത സ്റ്റേജുകളിൽ, 3 വ്യത്യസ്ത സംഭാഷണങ്ങളിൽ, 3 വ്യത്യസ്ത റോളുകളിൽ അഭിനയിക്കാൻ കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അതായത് ഈ പനങ്ങാട്ട് വീട്ടിൽ പത്മതലാക്ഷൻ എന്ന് പറയുന്നത്, പത്മതല പക്ഷത്തിലുള്ളവൻ ആരാണോ അവനാണ് ബ്രഹ്മാവ്. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ 3 തല വെച്ചിട്ട് 3 വ്യത്യസ്ത സ്റ്റേജുകളിൽ 3 വ്യത്യസ്ത സംഭാഷണങ്ങൾ, 3 വ്യത്യസ്ത റോളുകൾ ചെയ്ത് അവതരിപ്പിച്ചത് കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന നടൻ മാത്രമേ ഉള്ളൂ, വേറൊരു നടനില്ല. കുതിരവട്ടം പപ്പുവിന് അതിനുശേഷമാണ് ആ ഒരു പേര് കിട്ടിയത്. അതായത് ഒരു നാടകത്തിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ബേപ്പൂർ സുൽത്താൻ കൊടുത്തതാണത്. കുതിരവട്ടം പപ്പു അതാണ് ഫേമസ് ആയത്. പനങ്ങാട്ട് വീട്ടിൽ പത്മതലാക്ഷൻ എന്ന് പറയുന്ന അനന്തൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് അദ്ദേഹം. അത് കുറ്റ്യാടിയാണ് അദ്ദേഹം ജനിച്ചത്. കുറ്റ്യാടിയിൽ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോന്നതാണ്, കോഴിക്കോട്ടേക്ക് മാറിപ്പോന്നതാണ്. അദ്ദേഹം ശരിക്കും ബ്രഹ്മാവിൻ്റെ ജന്മമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അത്രയും പ്രാധാന്യമുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പഴയ ഈ ഹാസ്യ നടന്മാരെ ഓർക്കുമ്പോൾ ജഗതി, നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ ശങ്കരാടി, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, സലീം കുമാർ, ഇങ്ങനെയുള്ള അവരുടെയൊക്കെ പേരിലൊന്നും അധികം മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതായത് ചന്ദ്രശേഖര മേനോൻ എന്ന് പറയുന്ന പേരാണ് ശങ്കരാടി എന്നാക്കിയത്. ശങ്കരാടിൽ എന്നാണ് വീട്ടുപേര്, പക്ഷേ ശങ്കരാടി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് എന്നുള്ളത് എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ് ഞാൻ, അത് എനിക്ക് അഭിമാനമുണ്ട്. അത് പോട്ടെ. അപ്പോൾ അഭിമാനം തന്നെയാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ പറഞ്ഞ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ജന്മത്തിൻ്റെ ഒരു ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം 3-ാം പാപ്പനായിട്ടാണ് അടൂർ ഫാസിയുടെ അവതരിച്ചത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒടുവിലായിട്ട് ഗുരുവായൂരപ്പൻ്റെ ദാസനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൻ്റെ ആ ഒരു പേരിൻ്റെ പ്രാധാന്യമാണ് നമ്മളവിടെ കാണുന്നത്, ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന. അപ്പോൾ അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നിന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ദേവാസുരത്തിലൊക്കെ നല്ല രീതിയിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ മാത്രമാണ്. പേരിലല്ല, ദൈവാനുഗ്രഹമാണ്. പേരിലൊക്കെ ദൈവാനുഗ്രഹം തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ ഇത് വരില്ല, ഇതിങ്ങനെ മാറി വരില്ല. പപ്പേട്ടൻ, ഭരതൻ, പത്മരാജൻ, നമ്മൾ സ്നേഹത്തോടെ പപ്പേട്ടൻ എന്ന് വിളിക്കും. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞാൽ പേരിൽ മാറ്റം വരുത്താത്തവരാണ്. എന്നാൽ ഒരുപാട് ഉന്നതിയിൽ അവർക്ക് പകരം വെക്കാൻ ആരുമില്ല. അപ്പൊ അതൊക്കെ പേര് മാറ്റാതെ നമുക്ക് ഇങ്ങനെ എല്ലാം നേടിക്കൂടെ? ചെയ്യാം. അവരുടെ കർമ്മം ആ ഒരു രീതിയിൽ നിൽക്കുന്നു, അവരുടെ ദൈവാനുഗ്രഹങ്ങൾ ആ രീതിയിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അവർക്ക് അതിനുള്ള അത്ര ഫേമസ് ആവാനുള്ള ആ ഒരു പ്രാധാന്യം നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഏറ്റവും ക്ലിയറായിട്ട് വൈശാലിയൊക്കെ ഉള്ള സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്നത്തെയും വലിയൊരു നമുക്ക് അനുഭവങ്ങളാണ് അതൊക്കെ കാണുക, മനസ്സിലാക്കുക എന്നുള്ളത് ഒരു മനുഷ്യജന്മത്തിൽ കാണാവുന്ന തൂവാനത്തുമ്പികൾ എത്രയോ വലിയ കാര്യങ്ങളാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. അവരുടെ ദൈവാനുഗ്രഹങ്ങളും കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. അത് ദൈവാനുഗ്രഹം മാത്രമാണ്. പേരിലെ ദൈവാനുഗ്രഹം തന്നെയാണ്. പത്മം എന്ന് പറഞ്ഞ താമരയാണ്. അത് കയ്യിലുള്ള ഒരാൾ രാജൻ എന്ന് പറഞ്ഞ മഹാവിഷ്ണുവാണ്. ഭരതൻ എന്ന് പറയുന്നതിൻ്റെ എങ്കക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയില്ല. ഭരതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനിച്ച സമയവും അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആ ഒരു ഇത് പറയാൻ പറ്റും. അതിൻ്റെ കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനിച്ച സമയത്തിൻ്റെ പ്രാധാന്യം കൂടിയാണത്. എല്ലാ ഭരതന്മാർക്കും അത് ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ എങ്കിലും ആ ജനിച്ച സമയത്തിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ മഹേശ്വരി അമ്മ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അറിയാമോ? അറിയില്ല. ആ പേര് മാറ്റി KPS ലളിത എന്നായപ്പോഴാണ് ഫേമസ് ആയത്. KPS ലളിതയുടെ പേരെന്താണ്? മഹേശ്വരി അമ്മ. കായംകുളത്താണ് അവർ. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ പഠിച്ചില്ലേ? അപ്പോൾ ഈ മഹേശ്വരി അമ്മ അത് പുതിയൊരു അറിവായിരുന്നു. KPS ലളിത എന്ന് പറയുന്ന പേരായപ്പോൾ ഫേമസ് ആയി. ഇങ്ങനെ ഈ മലയാള സിനിമയിൽ ഇപ്പൊ അധികവും പേര് മാറ്റിയ ആൾക്കാരാണോ? അല്ല, ഉണ്ട്. പേര് മാറ്റിയ ആൾക്കാരുണ്ട്, പേര് മാറ്റാത്ത ആൾക്കാരുണ്ട്. ചില പേരുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിന് പേര് മാറ്റാതെ അവർക്ക് പകരം വെക്കാത്ത ഒരു നടനോ അല്ലെങ്കിൽ സംവിധായകനോ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ പപ്പേട്ടനെയും ഭരതനെയും ഒക്കെ പറഞ്ഞതുപോലെ അതുപോലെ പേര് മാറ്റാതെ
അത്രയും ഒരു ഉന്നതിയിൽ എത്തിയ ആരെയൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ പേര് മാറ്റാതെ ഉന്നതിയിലെത്തിയ ഇപ്പൊ ആൾക്കാരല്ല. KPC ലളിത ചേച്ചിയെ തന്നെ പേര് KPS ലളിത മാറ്റി അല്ല, അത് കുറച്ചല്ലേ ഉണ്ടായുള്ളൂ. അവരുടെ ജന്മം, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ പ്രാധാന്യങ്ങൾ. പക്ഷേ അവരുടെ പേരിലൊന്നും പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യാനില്ല. കാരണം ഈ പേര് തന്നെയാണ് അവർക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അത് നമുക്കതിൻ്റെ ഇത് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ അത് കുറച്ചല്ലേ ഉണ്ടായുള്ളൂ. അതായത് ഒരുപാട് നീണ്ടു നിൽക്കുന്ന, ഇപ്പോൾ MT സാറിനെ പോലെയൊക്കെ അങ്ങനെ ഒരുപാട് നീണ്ടു നിന്ന ഏജ് ആയിട്ടുള്ള അവർ മരിച്ചതല്ലല്ലോ. അപ്പോൾ അതല്ല, അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്തിനുള്ളിൽ, അതായത് ആ സമയത്തിനുള്ളത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന അവരുടെ ദൈവാനുഗ്രഹങ്ങൾ തന്നെയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ്റെ പേര്. സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ്റെ എന്ന് പറഞ്ഞാൽ അതിന് പ്രാധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ SU എന്നുള്ള ഒരു ഇതാണല്ലോ. അതായത് എസ് എന്ന് പറഞ്ഞാൽ സർപ്പധാരിയായ കൈലാസനാഥനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ്. U എന്ന് പറയുന്ന മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ള പ്രാധാന്യമുള്ള ലെറ്ററാണ്. R എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ സൂര്യൻ ഉച്ചരാശിയിലാണ്. പിന്നെ E എന്ന് പറഞ്ഞാൽ ഞാൻ എത്തേണ്ട റീച്ചിൽ ഞാൻ എത്തിയിട്ടില്ല എന്നുള്ള ഉത്ബോധം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലെറ്ററാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോരോ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം നോ എന്ന് പറയില്ല, യെസ് എന്നുള്ള പോസിറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും. പിന്നെ ഈ ഇൻറ്റേർണലി സിക്നസ് അതുണ്ടാകും, SH എന്ന് പറയുന്ന ലെറ്റർ. പിന്നെ അത് Hനോട് കൂടി G നിൽക്കുമ്പോൾ ഏറ്റവും ഹൈറ്റ്സിൽ എത്താനുള്ള ആഗ്രഹം, അത് ഒരുപാട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് MA ഇംഗ്ലീഷും ഏറ്റവും നല്ല ഇംഗ്ലീഷൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ O എന്ന് പറയുന്ന ലെറ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് എന്ന് പറയുന്ന രീതിയിലും മുന്നോട്ട് പോയിക്കുന്ന ഒരു പ്രാധാന്യം കിട്ടുന്ന. അതിൽ P എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്, ആഞ്ജനേയനെ പോലെ, അതായത് ഹനുമാൻ സ്വാമിയെ പോലെ കുതിച്ചു വരുന്ന ലെറ്ററാണ്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ലെറ്ററാണ്. ഇതൊക്കെ വച്ചിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇപ്പൊ സാരഥി ചേട്ടനോട് ആര് പേര് പറയുമ്പോഴും ചേട്ടൻ ഇതിലെ അക്ഷരം മാറ്റണം, അല്ലെങ്കിൽ പേരിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയുമല്ലോ. ഇപ്പൊ എന്റെ പേര് ബിൻഷ എന്നാണ്, അപ്പൊ അതൊന്ന് ബിൻഷ എന്നാണ്, ബിൻഷ BINSHA. അപ്പൊ അതൊന്ന് ചോദിച്ചു. ഇപ്പൊ എന്നെ പോലെ ഒരുപാട് ബിൻഷമാരുണ്ടാവും. ഞാനിപ്പോ ബിൻഷ മോഹൻദാസ് എന്നാണ് എഴുതാറ്, എന്നാലും ആ ബിൻഷ അല്ല അച്ഛൻ്റെ പേര് സോറി ബിൻഷ എന്നുള്ള പേര് അങ്ങനെ എടുക്കുവാണ്. ബിൻഷ മോഹൻ, അതാണ് മോഹൻ എന്നുള്ള പേര് നല്ലതാണെന്ന് ചോദിച്ചതല്ലേ? അല്ല, മോഹൻദാസ് ഞാൻ എന്റെ റെക്കോർഡിക്കലി അതില്ല. ബിൻഷ അണിയറയിലാണ് എന്ന് നിൽക്കാൻ താല്പര്യം, ഫ്രണ്ടിലേക്ക് വരില്ല എന്ത് കാര്യത്തിലും ആണല്ലോ. പക്ഷെ ആഗ്രഹം എനിക്ക് ഫ്രണ്ടിലേക്ക് വരാൻ. പക്ഷെ അത് അക്ഷരത്തിന്റെ ഇതുകൊണ്ട് നടക്കില്ല. അത് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചാലും അക്ഷരത്തിന് ഇതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് ചെയ്യുള്ളൂ. അത് ഒരു മറ്റേ വയലേറ്റ് ചെയ്യില്ല ഒരിക്കലും. ഓക്കെ. പിന്നെ ഇൻറ്റേർണൽ സിക്നസ് എന്ന് പറയുന്ന എന്ത് സംഭവിച്ചാലും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അടുത്തത്. ബിൻഷ മോഹൻദാസ് അല്ലേ? ചില കാര്യങ്ങൾ നാളെ മറ്റന്നാൾ വ്യത്യാസം പറഞ്ഞ് മാറ്റി വെച്ച് പോകില്ല, അതങ്ങനെയാണല്ലോ. പിന്നെ പേരിൽ 2 പ്രാവശ്യം അല്ല, പേരിൽ അത് 2 പ്രാവശ്യം വരുന്നില്ല, 1 പ്രാവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭൂമി സംബന്ധമായ നഷ്ടവും കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നഷ്ടം, ആ ഭൂമി സംബന്ധമായ നഷ്ടം അതിൻ്റെ കാലഘട്ടം എത്തുമ്പോൾ. ഇത് കണ്ണൂർ ജില്ല ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തത്, കാരണം അവിടെ വ്യാപകമല്ലാത്തതുകൊണ്ട്. അങ്ങനെ ജില്ല മാറുമ്പോൾ അല്ല, ജില്ല മാറുമ്പോഴല്ല, അവിടെ വ്യാപകമല്ലാത്തതുണ്ട്. അതല്ലെങ്കിൽ എറണാകുളം മുതൽ അടൂർ വരെയുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തത് ചിരി വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് അത് പറയണല്ലോ. പിന്നെ പൊതുവേ എന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ, അതാണ്. പിന്നെ OHN എന്ന് പറയുന്ന ഇതുണ്ട്, HN. ഓയോടുകൂടി, അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു ഇത്, അതോടുകൂടി തന്നെ H നിൽക്കുന്നു. അതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള നഷ്ടവും നേട്ടവും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി AS എന്ന് പറയുന്ന ലെറ്റേഴ്സ് അവിടെ അത് വരുന്നുണ്ട്. പിന്നെ HN എന്നുള്ളതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പേരിന്റെ കൂടെ DA എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഉണ്ട്. അത് ഡെയിലി പോസിറ്റീവ് എനർജീസ്, അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്താലും ക്ഷീണം ഉണ്ടാവില്ല. ആ DA എന്ന് പറയുന്ന ലെറ്ററിന്റെ പ്രാധാന്യമാണ്. അപ്പൊ ഈ DA ഇങ്ങനെ ഈ പറഞ്ഞ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം അത് ഏത് പേരിലായാലും ആ ലെറ്റേഴ്സ് വന്നാൽ നല്ലതാണ്. ഉണ്ട്, പക്ഷേ അതിന്റെ നാമസംഖ്യ കാര്യങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ചെയ്താൽ അതിന് പ്രാധാന്യം. അപ്പൊ ആരുടെയെങ്കിലും പേര് പറയുമ്പോൾ അവരുടെ അക്ഷരം മാറ്റാനാണോ ശ്രമിക്കുക, അല്ല പേര് ഫുള്ളായിട്ട്? അല്ല, പേര് ഫുള്ളായിട്ട് മാറ്റാനല്ല, അത് പേര് ഷോർട്ടാക്കും. ഒരു പേര് ഷോർട്ടായിരിക്കണം, 2 പേര് കൂടിയതായിരിക്കണം, അതിന് പ്രാധാന്യം ഉണ്ടായിരിക്കണം, അതിൻ്റെ ലെറ്റേഴ്സ് നല്ലതായിരിക്കണം, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും കൂടി നന്നായിട്ട് വന്നാൽ അതിൻ്റെ വ്യത്യാസം പറയുള്ളൂ. അത് റെക്കോർഡിക്കലി മാറ്റണമെങ്കിൽ മാത്രം മാറ്റിയാൽ മതി, മാറ്റിയില്ലെങ്കിൽ മാറ്റണ്ട. ഇപ്പോൾ സലീം മുഹമ്മദ് ഘോഷ് എന്ന് പറയുന്ന വ്യക്തി, അതായത് കലാഭവൻ്റെ ഓപ്പോസിറ്റ് മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. അത് മാറ്റി കൊച്ചിൻ ഹനീഫ എന്നായപ്പോഴാണ് അദ്ദേഹം ഫേമസ് ആയത്. സലീം മുഹമ്മദ് ഘോഷ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, കൊച്ചിൻ ഹനീഫ. അപ്പോൾ ആ പേരിൻ്റെ പ്രാധാന്യം ഇല്ലയെന്നില്ല, പക്ഷേ എങ്കിലും കൊച്ചിൻ ഹനീഫ എന്നുള്ള പേരിലാണ് അദ്ദേഹം ഫേമസ് ആയത്. ഈ പേര് ഇതിങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുമോ സാരഥി ചേട്ടൻ?
ഈ നെയ്മോളജി ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിന് പിന്നെ നമ്മുടെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു വന്നാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്തെങ്കിലും അറിയാവുന്ന പറഞ്ഞു കൊടുക്കാം, പക്ഷേ എന്തെങ്കിലും അറിവുണ്ടെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ ഇതിലൊക്കെ. എന്തെങ്കിലും അറിവില്ലെന്ന് ചേട്ടൻ ആരെ കാണുമ്പോഴാണ് അങ്ങനെ തോന്നുക? അല്ലല്ല, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള അറിവുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കും ഇതുവരെ? അല്ല, എനിക്ക് വല്ല ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് എപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യത്തിൽ വളരെ കുറച്ച് അറിവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെന്ന് ആരെങ്കിലും താല്പര്യപ്പെട്ട് വന്നാൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇനി യുവ നടന്മാരിൽ ആരെങ്കിലും ഇങ്ങനെ പേര് മാറ്റിയവരുണ്ടോ? അങ്ങനെ ഇനി ആരെങ്കിലും വന്ന് അന്വേഷിക്കാറുണ്ടോ? ചേട്ടൻ്റെ നാട്ടിൽ വന്നൊക്കെ അന്വേഷിക്കാറുണ്ടോ ആൾക്കാർ? നാട്ടിലൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ചില ആളുകൾ താല്പര്യം ഉണ്ടെങ്കിൽ അവർ അങ്ങോട്ട് വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കും. അത് 10 ദിവസം കൊണ്ട് അതിൻ്റെ പ്രോസസ്സൊക്കെ വരും അതിൻ്റെ ചെയ്യാൻ. അപ്പോൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും പറയും പേരിൽ ഒന്നും ഇല്ലെന്ന് പറയും. അപ്പോൾ പേരിലെല്ലാം ഉണ്ടെന്ന് തന്നെയാണോ? പേരിന് പ്രാധാന്യമുണ്ട്, പേരിന് പ്രാധാന്യങ്ങളുണ്ട്. ആ പ്രാധാന്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അക്ഷരം ഏതാണ്? നമ്മുടെ പ്രേക്ഷകരോട് പേരിടുമ്പം ശ്രദ്ധിക്കേണ്ട അക്ഷരം ഏത് അക്ഷരത്തിൽ ഇടാൻ പാടില്ല, അങ്ങനെ ഒന്നൊരു സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും അക്ഷരം ഉണ്ടോ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ? പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ അല്ല, ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടാണ് നോക്കുന്നത്. എന്നാലും ഒരു ബെസ്റ്റ് അക്ഷരം ബെസ്റ്റ് അക്ഷരം എന്ന് പറഞ്ഞാൽ എം നല്ലതാണ്, എച്ച് നല്ലതാണ്, ആർ നല്ലതാണ്. എം സെലിബ്രിറ്റി ലെറ്ററാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്സിലേക്ക് പോകുന്ന ലെറ്ററാണ്. അതുപോലെ തന്നെ താഴത്തോട്ട് ഇറങ്ങി വരാനും കോണിപ്പടി പോലുള്ള ലെറ്ററാണ് എച്ച്. പിന്നെ പി എന്ന് പറയുന്നത് ലെറ്റർ ഫോർ ആഞ്ജനേയൻ്റെ പ്രാധാന്യമുള്ള ലെറ്ററാണ്. പിന്നെ ജി എന്ന് പറയുന്നത് ദൈവത്തിൻ്റേതായിട്ടുള്ള വിഹിതമുള്ള അക്ഷരമാണ്. അതിനോടുകൂടി ആറ് നിന്നാൽ നല്ലതാണ്. MGR ഒക്കെ ആ ഒരു രീതിയിൽ പെട്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ PR പവർ ലെറ്റേഴ്സാണ്. PR അടുപ്പിച്ച് നിന്നാൽ MHR ഒക്കെ നല്ലതാണ്. Q എന്നുള്ള ലെറ്റർ Q എന്നുള്ള ലെറ്റർ അത്ര നല്ല ലെറ്റർ അല്ല. ക്യൂലധികം പേരില്ലല്ലോ. ഇല്ല, കുറവേ ഉള്ളൂ. പിന്നെ സെഡ് എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. ഈ സെഡ് എന്ന് പറയുന്ന ലെറ്റർ എവിടെയെങ്കിലും വന്നാൽ ഏതെങ്കിലും ബാങ്കിലൊക്കെ ഈ സെഡ് വെച്ചിട്ടുള്ള എന്തെങ്കിലും അക്കൗണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ദോഷമാണ്. ആ ബാങ്കിന് സെഡ് സിക്സാഗ് പോലെ വളഞ്ഞ ലെറ്ററാണ്, നല്ലതല്ല. അതുകൊണ്ടാണ് ക്യൂലും സെഡിലൊന്നും പേരില്ലാത്തത്. പേരിൽ അധികമില്ലാത്തത് അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അക്ഷരങ്ങളൊക്കെ നോക്കിയിട്ട് പേരിടുക അല്ലേ? അതെ, 2N വന്നാൽ നല്ലതാണ്. വെറുതെ 2N ഇട്ടിട്ട് കാര്യമില്ല, അതിൻ്റെ അർത്ഥം കൂടി വരണം. അത് നല്ല സാമ്പത്തികം കിട്ടുന്ന ലെറ്റേഴ്സാണ് NN എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് സാരഥി കൃഷ്ണ ചേട്ടൻ നമ്മളോട് പറയുന്നത്. AYA എന്നുള്ള ലെറ്റർ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തും. AYA എന്നുള്ള ലെറ്റർ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് സിനിമയുടെ ജയന് പറ്റിയത്. നല്ലതല്ല. അപ്പോൾ എല്ലാ ജയന്മാരും അങ്ങനെയാണെന്ന് ചോദിക്കും. അല്ല, പക്ഷേ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങൾ വരും, പെട്ടെന്ന് അവർ പോകും. അതെ. പിന്നെ ഏത് പേരിൻ്റെ ബാക്കിലും ബാബു എന്ന് പറയുന്നത് അവരുടെ മഹാഭാഗ്യമാണ്. ഏത് പേരിൻ്റെ ബാക്കിലും ബാബു എന്ന് പറഞ്ഞാൽ അവരുടെ മഹാഭാഗ്യമായിട്ട് നിൽക്കും. വളരെ നല്ലതാണ്. ബാബുമാരൊക്കെ നല്ല BA എന്ന് പറയുന്നത് ശക്തമായ സാമ്പത്തിക പശ്ചാത്തലം. അത് അമിതാഭ് ബച്ചൻ്റെ പേരിൽ അറേഞ്ച്മെൻറ്റ് ചെയ്ത ഇൻക്ലാബ് ശ്രീവാസ്തവ എന്ന് പറയുന്ന പേര് അമിതാഭ് ബച്ചൻ എന്നാക്കിയപ്പോൾ അതിൻ്റെ പ്രാധാന്യം BA എന്ന് പറയുന്ന ലെറ്റർ. പിന്നെ BU അതും നല്ല ലെറ്റേഴ്സാണ്. U എന്ന് പറയുന്നത് നിധികുംഭത്തെ സൂചിപ്പിക്കുന്ന മറ്റുള്ളവരെ ചിന്തിക്കാൻ പ്രാധാന്യമുള്ള ലെറ്ററാണ്. ഇപ്പോഴത്തെ B നിൽക്കുന്നതും BAB എന്ന് നിൽക്കുന്നതും ശക്തമായ സാമ്പത്തിക പശ്ചാത്തലം ഏതെങ്കിലും ഭാഗത്ത് അവർക്ക് ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് BA BBA എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാവും. അതെ, അല്ലല്ല, കോഴ്സിൻ്റെ അല്ല അത്. അങ്ങനെ എങ്കിൽ പോലും അതിന് പഠിക്കാൻ ആൾക്കാരുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ല, ആ ലെറ്റേഴ്സിൻ്റെ കണ്ണൂർ ഈ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഇത് മനസ്സിലാവാത്തതിൻ്റെ കാരണം അവിടെ വ്യാപകമല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഇത് വ്യാപകമല്ലാത്തതുകൊണ്ട് മനസ്സിലാവില്ല. അവിടെയൊക്കെ അത്ര എന്താ പറയുക, വിശ്വാസികളല്ല. ഇതില്ല, പിന്നെ എങ്ങനെയാണ് മനസ്സിലാവുക? ന്യൂമറോളജി ഇല്ല അവിടെ, നെയ്മോളജി ഇല്ല. അത് ഇനി പാണത്തൂർ പോയാലും അതിൻ്റെ അപ്പുറത്ത് പോയാലും, പാണത്തൂരൊക്കെ അറിയാമോ? പാണത്തൂർ പോയാലും മറ്റേ പാണത്തൂർ എന്ന് പറഞ്ഞാൽ മറ്റേ കാഞ്ഞങ്ങാട് നിന്ന് 2 മണിക്കൂർ അവിടെ കർണാടക സ്റ്റേറ്റ് ഇങ്ങനെ, അതായത് സദാനന്ദ കൂടെയൊക്കെ സ്ഥലം. അവിടെ പോയാലും ആളുകൾക്ക്, മലയാളികളാണെങ്കിലും അവിടെ മനസ്സിലാവാത്തതിൻ്റെ കാരണം ഇതാണ്. അവിടെ കൂടുതൽ ജ്യോതിഷത്തിൻ്റെ കാര്യം നോക്കുന്ന അവിടെയാണ്. അവിടെ പോലും ഇത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജ്യോതിഷവും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. പക്ഷേ ജ്യോതിഷവും ഇതും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ എന്നാലും ഇത് നെയ്മോളജി വ്യത്യാസമുണ്ട്. നെയ്മോളജിയിൽ ദോഷങ്ങൾ മാറ്റാനുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചേട്ടൻ എല്ലാവരുടെയും ദോഷമൊക്കെ മാറ്റി കൊടുക്കും അല്ലേ? അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന ചെയ്യുന്നു. ഈ കാര്യത്തിൽ നെയ്മോളജി അനുസരിച്ച് ചെയ്യുന്നു. എല്ലാവരും ദോഷം മാറ്റാൻ നമ്മൾ ദൈവമല്ല. മുന്നോട്ട് ഇങ്ങനെ നല്ലതായിട്ട് നന്നായിട്ട് നിങ്ങൾക്കും പറ്റുമെന്ന് ഞാൻ ആശംസിക്കുന്നു.